തിരുമിറ്റക്കോട് തോണിക്കടവ് ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളം കയറി. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ മിക്ക പാടശേഖരങ്ങളും വെള്ളത്തിനടിയിലാണ്. പലയിടത്തും കൃഷിനാശവും സംഭവിച്ചു. ശക്തമായ മഴയിലാണ് തിരുമിറ്റക്കോട് രായമംഗലം തോണിക്കടവ് ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളം കയറിയത്. കഴിഞ്ഞ ദിവസമാണ് പ്രദേശത്തെ പാടവും തോടും നിറഞ്ഞ് വെള്ളം ക്ഷേത്രത്തിലേക്കും എത്തിയത്. ഇന്നും ക്ഷേത്രത്തിനകത്ത് തന്നെയാണ് വെള്ളം. അതേസമയം പൂജകൾക്ക് ഇത് തടസ്സമാക്കിയിട്ടില്ല. കഴിഞ്ഞ പ്രളയ സമയത്ത് ക്ഷേത്രം മുഴുവനായും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയുണ്ടായിരുന്നു. പഞ്ചായത്തിലെ മിക്ക പാടശേഖരങ്ങളും വെള്ളത്തിനടിയിലാണ്. ഭാരതപ്പുഴയുടെ കൈവരികളായുള്ള തോടുകൾ നിറഞ്ഞ് വെള്ളം പാടങ്ങളിലേക്ക് കയറുകയാണ്. ചിലയിടങ്ങളിൽ ഇറങ്ങിയ നെൽകൃഷിയും വെള്ളത്തിനടിയിലാണ്. ശ്രീ തോണിക്കടവ് ഭഗവതി ക്ഷേത്രം പ്രത്യേകിച്ച് കർക്കിടക മാസം പോലെ കനത്ത തോതിൽ മഴ പെയ്യുമ്പോൾ ക്ഷേത്രമിക്കത്തേക്കും അതുമല്ല അതിന്റെ അപ്പുറത്ത് വിഗ്രഹം മൂടി ഒലിക്കുന്ന അനുഭവമൊക്കെ ഞങ്ങൾക്കുണ്ട്. 2018 പ്രളയത്തിലൊക്കെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ വരെ മൂടി 3, 4, 5 ദിവസത്തോളം ക്ഷേത്രം പൂർണ്ണമായി വെള്ളത്തിൽ മൂടിക്കിടന്നു. പിന്നെ ക്ഷേത്രവുമായ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഭഗവതി തോണിക്കൊമ്പത്ത് വന്നു എന്നിട്ട് ഈ പാടത്തിരുന്നു എന്നാണ്. എന്തായാലും ദേവിയും ഈ മഴക്കാലത്ത് കനത്ത രീതിയിൽ മഴ പെയ്യുമ്പോൾ അമ്പലത്തിൽ വെള്ളം കയറുന്നത് ഒരു പതിവ് പ്രക്രിയയാണ്. ഏതായിരുന്നാലും ഈ വർഷം കഴിഞ്ഞ 2 വർഷങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. ഈ വർഷത്തെ ഏതായാലും മഴ കനത്തു. സമീപത്തു കൂടി ഒഴുകുന്ന പിന്നെ കൊറക്കുഴിത്തോട് നിറഞ്ഞു കവിയുകയും പാടശേഖരങ്ങളിലേക്ക് വെള്ളം കയറുകയും ചെയ്തു. ഇത് ഇങ്ങനെ വരുമ്പോൾ തന്നെ പുഴയിൽ വെള്ളം കൂടുമ്പോൾ ഈ തോട്ടുകൂടെ പോകുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് കുറയുകയും പാടശേഖരങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പൊ ഈ പ്രാവശ്യം ഏതായാലും അത് ഉണ്ടായിപ്പോ ഇന്നലെ ഞാൻ വൈകുന്നേരത്തോടു കൂടിയാണ് വെള്ളം കുറച്ച രീതിയിൽ വന്നത്. ഇന്നലെ നല്ല നിലയിൽ ഉണ്ടായിരുന്നു, ഇന്നിപ്പോ കുറച്ച് കുറവാണ്. വീണ്ടും മഴ കനക്കുകയാണെങ്കിൽ 2018 പോലെ കൂടുതൽ ഉയരങ്ങളിലേക്ക് വെള്ളം കയറുകയും ക്ഷേത്രത്തിലെ നിത്യനിർമ്മാണത്തിന് ഒരുപക്ഷെ ഇപ്പോ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയും വെള്ളത്തിന്റെ തോത് വർദ്ധിക്കുകയാണെങ്കിൽ നിത്യനിർമ്മാണ ചടങ്ങുകൾ മുടങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകും. അത് മാത്രമല്ല, സാധനങ്ങളെല്ലാം ഒരുക്കി മുകളിലേക്ക് വെക്കണം. അതുപോലെ തന്നെ ചില്ലറ സാമ്പത്തിക പ്രയാസങ്ങളും ക്ഷേത്രത്തിന് ഈ സമയത്ത് നേരിടാറുണ്ട് എന്നുള്ളതാണ് പൊതുവെ ഇതിനെക്കുറിച്ച് പറയാൻ. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.